നമ്മൾ ഈ കോഴിക്കോട്ടെ വിജിലിന്റെ തിരോധാനത്തെക്കുറിച്ച് സംസാരിച്ചല്ലോ. വിജിലിന്റെ ഈ കേസ് തെളിയിക്കുമ്പോൾ കേരള പോലീസിനോടൊപ്പം തന്നെ അഭിനന്ദനം അർഹിക്കുന്ന മറ്റു ചിലർ കൂടിയുണ്ട്. അവരെ കൂടി നമുക്കൊന്ന് പരിചയപ്പെടണ്ടേ? ചതുപ്പിൽ കെട്ടിത്താഴ്ത്തിയ ശരീരാവശിഷ്ടങ്ങൾ വീണ്ടെടുക്കാൻ സഹായിച്ച സന്നദ്ധ പ്രവർത്തകരുടെ ഒരു കൂട്ടമുണ്ട് കോഴിക്കോട് ജില്ലയിൽ. ദുരൂഹ മരണങ്ങൾ ഉണ്ടായാൽ ഇവരെയാണ് പോലീസ് ആശ്രയിക്കുന്നത്. വർഷങ്ങളായി മഠത്തിൽ അബ്ദുൾ അസീസും സംഘവും പോലീസിനെ സഹായിക്കാൻ രംഗത്തുണ്ട്. ആരും തൊടാൻ മടിക്കുന്ന കാലപ്പഴക്കം ചെന്ന ശവശരീരങ്ങൾ കൈകാര്യം ചെയ്യുവാനും ദുർഘടമായ സ്ഥലങ്ങളിൽ പോലീസിനെ സഹായിക്കാനും അബ്ദുൾ അസീസും സംഘവും മുന്നിലുണ്ട്. 42 വർഷമായി മഠത്തിൽ അബ്ദുൾ അസീസ് ഈ മേഖലയിലുണ്ട്. വിജിലിന്റെ ശരീരാവശിഷ്ടങ്ങൾ കണ്ടെത്താൻ അനുഭവിച്ച പ്രയാസങ്ങളെക്കുറിച്ച് മഠത്തിൽ അബ്ദുൾ അസീസ്: എന്താണെങ്കിലും ഒരുപാട് പ്രയാസം അനുഭവിച്ചുകൊണ്ട് ഇന്നത്തെ ഈ തെരച്ചിലിൽ വളരെ മനസ്സിന് വലിയ സമാധാനം ഉണ്ടായിട്ടുള്ളത്. കാരണം ജീവിതത്തിൻ്റെ ഇടയിൽ ഒട്ടനവധി 42 വർഷം പോലായിട്ട് ഈ മേഖലയിൽ സജീവമാണ്. ഒരുപാട് ഏരിയയിൽ ഞങ്ങൾ പല രീതിയിലുള്ള പ്രവർത്തനത്തിൽ പോയിട്ടുണ്ടെങ്കിലും ഈ 6 ആളുകളും കൊല്ലിക്ക് ചളിയിൽ നിന്നിട്ടാണ് ഞങ്ങൾക്ക് ഇത് എടുക്കാൻ വേണ്ടിയിട്ട് മെനക്കെട്ടിട്ടുള്ളത്. പ്രതിഫലമോഹം തീരെ ഇല്ലാതെയാണ് അബ്ദുൾ അസീസും സംഘവും ജോലി ചെയ്യുന്നത്. പോലീസ് സഹായത്തിന് വിളിച്ചാൽ പിന്നെ അബ്ദുൾ അസീസിനും കൂട്ടർക്കും രാവും പകലും എന്ന വ്യത്യാസമില്ല. പോലീസ് ഏത് ഭാഗത്ത് നിന്ന് എപ്പം വിളിച്ചാലും അവിടെ ഓടിയെത്തി ഞങ്ങളാൽ കഴിയുന്ന പൂർണ്ണമായിട്ടുള്ള സേവനം. ഒന്നെന്താ വെച്ചാൽ ഞങ്ങളെ കൂടെയുള്ള ഒരു കുട്ടി പോലും മദ്യപിക്കണില്ല, ഒരു കുട്ടി പോലും ഒരാളോട് ചില്ലിക്കാശ് വാങ്ങണില്ല. പോലീസ് ഞങ്ങളെ സഹായം ആവശ്യപ്പെടുന്ന സമയത്ത് ഞങ്ങളെ ചെലവിൽ ഞങ്ങൾ അവിടെ എത്തിപ്പെടുന്നു. ഞങ്ങളെ കൊണ്ട് കഴിയുന്ന എല്ലാ സേവന പ്രവർത്തനവും നല്ല ഭംഗിയായിട്ട് ചെയ്ത് ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങുന്നു. 4000-ഓളം മൃതശരീരങ്ങൾ അബ്ദുൾ അസീസ് കൈകാര്യം ചെയ്തിട്ടുണ്ട്. എത്ര കാലം ഈ ജോലി ചെയ്യുമെന്ന് അബ്ദുൾ അസീസിനോട് ചോദിച്ചാൽ ഇതാണ് മറുപടി: ആയുസ്സും ആരോഗ്യവും ഉള്ളിടത്തോളം കാലം. കൈരളി ന്യൂസ്, കോഴിക്കോട്.